റോമിയോ ജൂലിയറ്റിനെപ്പോലെ ലൈല മജ്നുവിനെപ്പോലെ ജീവിതത്തിൽ ഒന്നിക്കാൻ കഴിയാതെ പോയ മറ്റൊരു പ്രണയകഥ. ആ കഥ പറയാം. മുക്കം എന്ന ശാന്തസുന്ദരമായ ഗ്രാമം, അവിടുത്തെ 2 പ്രമാണി വീടുകൾ, അവിടുത്തെ 2 കുട്ടികൾ. പ്രമുഖ മുസ്ലിം കുടുംബത്തിലെ അംഗമായ മൊയ്തീനും ധനികനായ ഹൈന്ദവ തീയ ജന്മിയുടെ മകളായ കാഞ്ചനമാലയും. സ്കൂൾ കാലഘട്ടം മുതൽക്കേ അവർ സുഹൃത്തുക്കളായിരുന്നു. കളിച്ചും ചിരിച്ചും പഠിച്ചും വളർന്ന അവർക്കിടയിൽ സൗഹൃദം പതിയെ പ്രണയത്തിന് വഴിമാറി. ഇരുവഴിഞ്ഞിപ്പുഴയുടെ ഓളങ്ങളും മുക്കത്തെ തെങ്ങിൻ പറമ്പുകളും അവരുടെ പ്രണയത്തിന് സാക്ഷ്യം വഹിച്ചു. എന്നാൽ മിശ്രവിവാഹങ്ങൾ സമൂഹത്തിൽ വലിയ പാപമായി കണക്കാക്കിയിരുന്നത് കാലഘട്ടമായിരുന്നു അത്. മൊയ്തീന്റെയും കാഞ്ചനമാലയുടെയും പ്രണയം കുടുംബങ്ങൾ അറിഞ്ഞപ്പോൾ ശക്തമായ എതിർപ്പുകൾ ഉയർന്നു. മക്കളുടെ പ്രണയം സഫലമായാൽ അത് നാട്ടിൽ മതലഹരയ്ക്ക് വഴിയൊരുക്കുമെന്ന് അവർ വിശ്വസിച്ചു. മൊയ്തീന്റെ കുടുംബം അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. കാഞ്ചനമാലയെ സ്വന്തം വീട്ടുകാർ വീട്ടുതടങ്കലിൽ വെച്ചു. അവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ പോലും അനുവാദമില്ലായിരുന്നു. വർഷങ്ങളോളം അവർക്ക് നേരിൽ കാണാൻ സാധിച്ചില്ല. എന്നാൽ അവർ രഹസ്യമായി കത്തുകളിലൂടെ ബന്ധം തുടർന്നു. അവർ തങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു രഹസ്യഭാഷ പോലും വികസിപ്പിച്ചെടുത്തു. വിശ്വസ്തരായ ജോലിക്കാരും സഹായികളുമായിരുന്നു ഈ പ്രണയ സന്ദേശങ്ങൾ ഇരുവർക്കും എത്തിച്ചുകൊടുത്തിരുന്നത്. ഓരോ കത്തും അവർക്ക് പരസ്പരം ജീവിക്കാനുള്ള പ്രതീക്ഷ നൽകി. പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും തീവ്രതയിലും മൊയ്തീൻ രാഷ്ട്രീയത്തിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെട്ടു. കായികരംഗത്തും സാഹിത്യത്തിലും ചലച്ചിത്ര നിർമ്മാണത്തിലും അവൻ തന്റെ കഴിവുകൾ തെളിയിച്ചു. സമൂഹത്തിലെ അശരണർക്കും ദുർബലർക്കും വേണ്ടി അവൻ നിലകൊണ്ടു. വർഷങ്ങൾ കടന്നുപോയി. ഒടുവിൽ മൊയ്തീനും കാഞ്ചനമാലയും ഒളിച്ചോടി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെ ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഒരു തോണി മറിഞ്ഞുണ്ടായ അപകടത്തിൽ മൊയ്തീൻ രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. നിരവധി പേരുടെ ജീവൻ രക്ഷിച്ചെങ്കിലും നിർഭാഗ്യവശാൽ മൊയ്തീൻ പുഴയിലെ ചുഴിയിലകപ്പെട്ടു. ഇരുവഴിഞ്ഞിപ്പുഴയുടെ ആഴങ്ങളിൽ കാഞ്ചനമാലയ്ക്ക് മൊയ്തീനെ നഷ്ടപ്പെട്ടു. 3 ദിവസങ്ങൾക്ക് ശേഷമാണ് അവന്റെ മൃതദേഹം കണ്ടെത്താനായത്. മൊയ്തീന്റെ മരണവാർത്ത കാഞ്ചനമാലയെ തളർത്തിക്കളഞ്ഞു. അവൾ ആത്മഹത്യയ്ക്ക് പലതവണ ശ്രമിച്ചു. എന്നാൽ മൊയ്തീന്റെ ഉമ്മ അവളെ തടയുകയും മൊയ്തീന്റെ വിധവയായി തന്റെ കൂടെ ജീവിക്കാൻ കാഞ്ചനമാലയെ അവരുടെ വീട്ടിലേക്ക് കൈപിടിച്ചു കയറ്റി. ഇരുവഴിഞ്ഞിപ്പുഴയിലൂടെ കാലം പിന്നീടും ഒരുപാട് ഒഴുകിപ്പോയി. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്ത് ഈ പ്രണയഗാഥ ഒരു സങ്കടമായി, എന്നാൽ ഒരു പ്രചോദനമായി എന്നും നിലനിൽക്കും.